അശ്വതി, അതീവ സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐഷയുടെയും റിദ ഫാത്തിമയുടെയും വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യസനത്തോടുകൂടി സഹപാഠികൾ വിലപിച്ചുകൊണ്ട് മടങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അത്യധികം ഹൃദയഭേദകമാണ് ഈ വിടചൊല്ലൽ എന്ന് തന്നെ നമുക്ക് ഈ നിമിഷത്തിൽ പറയാൻ സാധിക്കും. അല്പസമയം കൂടി മാത്രമാണ് വീടുകളിൽ ഇനി പൊതുദർശന ചടങ്ങുകൾ ഉള്ളത്. അതിനുശേഷം മൃതശരീരങ്ങൾ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകും. അത് 8 മണിയോടുകൂടിയാണ് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശന ചടങ്ങുകൾ നടക്കുക. അതിനുശേഷമാണ് ജുമാ മസ്ജിദിൽ തുപ്പനാട് ജുമാ മസ്ജിദിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 10:30 ഏതായാലും അതീവ ദുഃഖകരമായി ഒരു നാട് മുഴുവൻ വിലപിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4 പിഞ്ച് കുരുന്നുകളെയാണ് ആ നാടിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ദുഃഖം താങ്ങാനാവാതെ വ്യസനിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഓരോ വീടുകളിൽ നിന്നും ഈ അപകടം നടന്ന സ്ഥലത്തിന് 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പെൺകുട്ടികളുടെ വീടുകളുള്ളത്. അത് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരാണ്, ഏറ്റവും അടുത്ത് താമസിക്കുന്നവരാണ്, ഇടപിരിയാത്ത സുഹൃത്തുക്കളാണ് ഇവർ. ഏത് കാര്യത്തിനും ഒപ്പം നിൽക്കുന്നവരാണ്. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടായത്. അത് ഒട്ടും അവിശ്വസനീയമായ തരത്തിലുള്ള ഒരു അപകടം തന്നെ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇപ്പോഴും ആ ഒരു വിയോഗം, പെൺകുട്ടികളുടെ ഇത്രയും വലിയൊരു കനത്ത നഷ്ടം ഇപ്പോഴും ആ നാടിന് താങ്ങാനായിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ. നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹപാഠികളുണ്ട്, അധ്യാപകരുണ്ട്, മറ്റ് സുഹൃത്തുക്കൾ ആയവരെല്ലാം തന്നെ ഇപ്പോൾ പെൺകുട്ടികൾക്ക് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യധികം ഹൃദയഭേദകമായ കാഴ്ച. മനസാക്ഷിയുള്ളവർക്ക് പോലും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത അത്രയും സങ്കടകരമായ കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. വിലപിച്ചുകൊണ്ട് മടങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പെൺകുട്ടികളുടെ അമ്മ, അച്ഛൻ, അതുപോലെ സഹപാഠികളെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളെല്ലാം അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് പറയേണ്ടത്, വാക്കുകൾ കൊണ്ടുപോലും നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഈ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 1/2 കിലോമീറ്ററിന് ചുറ്റുമുള്ള 4 വീടുകളാണ് ഇത്തരത്തിൽ ഏറ്റവും ദുഃഖാർത്ഥമായി നിൽക്കുന്നത്. ആ വീടുകളിലാണ് ഈ പെൺകുട്ടികളുടെ മൃതശരീരങ്ങൾ സൂക്ഷിച്ച് പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. ഇനി അല്പസമയം കൂടി മാത്രമേ വീടുകളിൽ പൊതുദർശന ചടങ്ങുകളുള്ളൂ. അതിനുശേഷം ഈ അന്തിമോപചാരം അർപ്പിക്കാൻ ഈ മൃതശരീരങ്ങൾ കരിമ്പനക്കൽ ഹാളിലേക്ക് മാറ്റും. അതിനുശേഷമാണ് 10:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. അശ്വതി. അശ്വതി, ഏറ്റവും സങ്കടകരമായ ദൃശ്യങ്ങളാണ് പാലക്കാട് പനയമ്പാടത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അത്യധികം ഹൃദയഭേദകമായ കാഴ്ചകളാണ്.
ഏറ്റവും കണ്ണീർ പ്രണാമം അർപ്പിച്ച് മടങ്ങുകയാണ് ഒരു നാട് മുഴുവൻ. ഇനിയും ആ ഒരു അപകടം, പനയമ്പാടത്ത് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ നിന്ന് ആ നാട് വിട്ടുമാറിയിട്ടില്ല. ആ 4 പെൺകുരുന്നുകളുടെ മരണത്തിൻ്റെ വിയോഗം ഇനിയും ഉൾക്കൊള്ളാനാവാതെ വിറങ്ങലിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4 പെൺകുട്ടികളാണ് ഇപ്പോൾ അവിടെ, 4 കുരുന്നുകൾ എന്ന് തന്നെ പറയാം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. നിശേഷം ആ അപകടത്തിൽ തന്നെ അവർ മരിക്കുകയും ചെയ്തു. ആശുപത്രികളിലേക്ക് മൃതശരീരം എത്തിച്ചുവെങ്കിലും അതിനുപോലും കാക്കാതെ വിയോഗമുണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. അവരോട് ഒരു നാട് മുഴുവൻ വിട ചൊല്ലുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യധികം സങ്കടകരമായ, അത്യധികം ഹൃദയഭേദകമായ കാഴ്ചകൾ. എത്തുന്നവരെല്ലാം തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മടങ്ങുന്നത്. റിദ ഫാത്തിമയുടെയും ഐഷയുടെയും വീട്ടിലെ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ബന്ധുക്കൾ, സഹപാഠികൾ, അതുപോലെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഇവർക്ക് വിട ചൊല്ലിക്കൊണ്ട് മടങ്ങുന്ന കാഴ്ചകളാണ് കാണുന്നത്. 8 മണിവരെയാണ് ഇവിടെ പൊതുദർശനം അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം ഓഡിറ്റോറിയം, കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകും. അത്യധികം വ്യസനത്തോടുകൂടി ഹൃദയഭേദകമായ റിദ എന്ന് അലമുറയിട്ട് കരയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ദുഃഖത്തോടുകൂടി, വലിയ വ്യസനത്തോടുകൂടി സഹപാഠികൾ ഓരോരുത്തരും വന്ന് ഇപ്പോൾ റിദയുടെ മൃതശരീരവും അതുപോലെ തന്നെ ഐഷയുടെയും ഇർഫാനയുടെയും നിതയുടെയും മൃതശരീരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ച് പോകുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും ഹൃദയഭേദകമായ ഒരു വിട ചൊല്ലൽ ഈ ഒരു നാട്ടിൽ ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരിക്കില്ല. അപ്രതീക്ഷിതമായൊരു വാഹനാപകടമായിരുന്നു ഇന്നലെ സംഭവിച്ചത്. 4 പേരും ഒരുമിച്ച് പരീക്ഷ കഴിഞ്ഞ് കളിച്ച് ചിരിച്ച് മടങ്ങുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായത്. ഒരു വലിയ ചരക്ക് ലോറി, ഈ സിമൻറ്റ് ചാക്ക് കയറ്റിക്കൊണ്ടുവന്ന ഒരു ചരക്ക് ലോറി 4 പേരുടെയും മുകളിലേക്ക് മറിയുകയായിരുന്നു. അതിൽ തലനാരിഴയ്ക്കാണ് അജ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടത്. അതും ഇവരുടെ സുഹൃത്ത് തന്നെയാണ്. ഏതായാലും വലിയ തോതിലുള്ള സങ്കടകരമായ കാഴ്ചകളാണ് ഇപ്പോൾ പനയമ്പാടത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അശ്വതി.